വൈറ്റമിൻ സി സെറം ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ കോസ്മെറ്റോളജിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കിയാലോ. ഹായ്, ഐ എം ഡോക്ടർ അങ്കിത, കൺസൾട്ടിംഗ് ഡോക്ടർ ആൻഡ് സർട്ടിഫൈഡ് കോസ്മെറ്റോളജിസ്റ്റ്. എല്ലാം വൈറ്റമിൻ സി സെറം ആകണമെന്നില്ല. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സെറംസ് അവൈലബിൾ ആണ്. ബട്ട് ആസ്കോർബിക് ആസിഡ് ആയിട്ടുള്ളത് മാത്രമാണ് റിയൽ എഫക്റ്റ് ഉള്ളത്. ചൂട്, കാറ്റ്, ലൈറ്റ് ഒക്കെ കാരണം വൈറ്റമിൻ സി സെറം പെട്ടെന്ന് ഓക്സിഡൈസ് ആകും. അതുകൊണ്ട് ബോട്ടിൽ ടൈറ്റ് ആയിട്ടും ഇരുണ്ട സ്ഥലത്തും കൂളായിട്ടുള്ള സ്ഥലത്തുമാണ് ഇത് സൂക്ഷിക്കേണ്ടത്. വൈറ്റമിൻ സി സെറം എപ്പോഴും ലോ പി എച്ച് ലെവലിലാണ് വർക്ക് ആവുന്നത്. അറൌണ്ട് ഒരു 3.5 pH ലെവൽ എങ്കിലും വേണം. അതാണ് സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർവ് ആകുന്നത്. റെറ്റിനോയിൽ, AHA, BHA എന്നിവയ്ക്കൊപ്പം ഒന്നും വൈറ്റമിൻ സി ഉപയോഗിക്കരുത്. ഇത് സ്കിൻ ഇറിറ്റേഷൻസ് വരാം. എപ്പോഴും ഒരു ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം മാത്രം വൈറ്റമിൻ സി സെറംസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് കോൺസെൻട്രേഷൻസ് മാറ്റിയാൽ മതിയാകും. സോ വൈറ്റമിൻ സി സെറംസ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടായിരിക്കും. താങ്ക്